നമുക്കിന്ന് ടൊമാറ്റോ സോസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിത് ഇച്ചുവിന് പല സാധനങ്ങളും ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് 1 കിലോ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, ഒരു 4-5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതൊരു 4-5 വിസിൽ വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഒരു വിസിൽ വന്നപ്പോൾ ഞാനത് സിമ്മിലാക്കി ഇട്ടിട്ട് പിന്നെ 3 വിസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് തക്കാളിയുടെ പരുവം. ഇനി ഇത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരിച്ചെടുത്തതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ നമുക്ക് അത് നോക്കിയിട്ട് വേണമെങ്കിൽ ഇനി ചേർത്ത് കൊടുക്കാം. പിന്നെ പഞ്ചസാരയും നമുക്ക് പിന്നെ ലാസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ലാസ്റ്റ് കുറച്ച് വിനാഗിരിയും കൂടി ചേർക്കും. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് പുളിയൊക്കെ പാകത്തിന് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും വെച്ചിട്ട് നമുക്ക് നന്നായി വറ്റിച്ചെടുക്കാം. അതായത് വറ്റി ഈ ഒരു പരുവത്തിലാവണം. നമ്മളിങ്ങനെ വറ്റി കൊടുക്കുമ്പോൾ നല്ലതുണ്ടാകും, നല്ല ഗ്യാപ്പ് ഇങ്ങനെ വരണം. ഇതാണ് ഇതിൻ്റെ പരുവം. ഇതിൽ ഞാൻ ഒരു 2 സ്പൂൺ പഞ്ചസാര, ഒരു 1/2 സ്പൂൺ ഉപ്പ്, പിന്നെ 1 സ്പൂൺ വിനാഗിരി, പിന്നെ ഒരു 1/4 സ്പൂണൊക്കെ മുളക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ അളവിൽ മാറ്റം വരുത്താം, നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച്. ഇതിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ, ഒരാഴ്ചയ്ക്കൊക്കെ ഉണ്ടാവുള്ളൂ. ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ. അരക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ഉണ്ടാക്കി വെക്കാറില്ല, കാരണം ചിലപ്പോൾ വേറൊരു മണം വരാനുള്ള ചാൻസ് ഉണ്ട് കുറച്ച് ദിവസമൊക്കെ വെക്കുമ്പോൾ. നമ്മൾ വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തിട്ടില്ല. നമുക്കിത് നല്ല ക്ലീൻ ആയിട്ടുള്ള കുപ്പിയിലേക്ക് മാറ്റാം. വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്ത കുപ്പിയിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് എന്നിട്ട് ഞാനിത് ഫ്രിഡ്ജിലാണ് ഞാൻ സൂക്ഷിക്കാറ്, പുറത്തൊന്നും വയ്ക്കാറില്ല. പുറത്ത് വെച്ചാൽ അങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കാറ്.